ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ സമയങ്ങൾ അറിയിക്കാൻ ഇസ്ലാം ഏർപ്പാടാക്കിയിട്ടുള്ള കർമ്മമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ അദാൻ എന്നാണ് നമ്മൾ ഇതിനെ അറബിയിൽ പറയാം. അദാൻ, ചിലർ അദാൻ എന്ന് പറയും. അതാ ഭാഷാ ഉച്ചാരണത്തിലുള്ള പ്രത്യേകത മാത്രമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അദാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, വിളംബരപ്പെടുത്തുക, അറിയിപ്പ് കൊടുക്കുക എന്നൊക്കെയാണ് ഭാഷയിൽ അദാൻ എന്ന പദത്തിലുള്ള ഒറ്റവാക്കർത്ഥം. വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വിളിയാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ബാങ്കുലി, അല്ലാഹു അക്ബർ, പടച്ചതമ്പുരാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ വലിയവൻ എന്ന് തുടങ്ങി, അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവസാനിപ്പിച്ച് അതിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റിയുള്ള തന്റെ വിശ്വാസവും വിജയത്തിലേക്കും നിസ്കാരത്തിലേക്കും വരാൻ വേണ്ടിയുള്ള വിളിയും ആഹ്വാനവും ഒക്കെ അടങ്ങിയിട്ടുള്ള അർത്ഥഗർഭമായ ഒരു പ്രഖ്യാപനവും വിളംബരവും അറിയിപ്പുമാണ് ബാങ്കുലിയിലൂടെ ബാങ്ക് വിളിക്കുന്ന മുസ്ലിമീങ്ങളെന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിന്റെ ഉത്ഭവം ഏത് കാലത്താണ്? ഹിജ്റ 1-ാം കൊല്ലം മദീനയിൽ വെച്ചാണ് ബാങ്കിനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കുന്നത്. ആദ്യകാലത്ത് നിസ്കാരത്തിന് സമയം ആയി അറിയിക്കാനൊരു മാർഗമല്ല. ഓരോരുത്തരും സഹാബാക്കളൊക്കെ കൂടിയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇന്ന സമയത്ത് വരണ്ട്, നമുക്ക് ഇന്ന സമയത്താണ് നിസ്കരിക്കുക എന്നിങ്ങനെ തീരുമാനിക്കലായി. മൊത്തത്തിൽ അത് അറിയിക്കാനോ ഇന്ന സമയമാണെന്ന് വിളിച്ചു പറയാനോ അന്നൊരു സമ്പ്രദായം ഏർപ്പാടുണ്ടായിരുന്നില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, കാനൽ മുസ്ലിമൂന യജ്തമിഊന ഫയതഹയ്യനൂന الصلاة وليس ينادي بها أحد فتكلموا يوما في ذلك. അദ്ദേഹം പറയുകയാണ്, കാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളുടെ പതിവായിരുന്നു. അതായത് റസൂലുള്ളാഹിയുടെ കാലത്ത് നബിയും സഹാബത്തും എന്താ ചെയ്തിരുന്നത്? യജ്തമിഊന, അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് ഫയതഹയ്യനൂന الصلاة, നിസ്കാരത്തിന്റെ സന്ദർഭം സമയം അവർ പറഞ്ഞു കണക്കാക്കല. ഇന്ന സമയത്ത് ഞങ്ങളിന്ന് വരണ്ട്, ഇത്ര സമയം നോക്കുക, അല്ലാതെ വേറെ സമയമായിട്ട് പറയാനോ വരിന്ന് വിളിക്കാനുള്ള ഒരു ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. വലൈസ യുനാദി ബിഹാ അഹദുൻ, ആരും വിളിച്ചു പറയുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തകല്ലമു യൗമൻ ഫീ ദാലിക, ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച അവർക്കിടയിലുണ്ടായി. ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഇതൊന്ന് വിളിച്ചു പറയാനൊരു സൗകര്യം, ആ സമയമായി ഒന്ന് വിളിച്ചു പറയാൻ, എല്ലാവരും ഒന്ന് ശ്രദ്ധിപ്പിക്കാനോ ഒന്ന് ഉണർത്താനോ ഒരു സംവിധാനം നമ്മൾ കാണണം എന്നിങ്ങനെ റസൂലും സഹാബത്തും ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. അന്നേരം ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഇത്തഹിദു നാഖൂസൻ മിസ്ല നാഖൂസിൻ നസാറ, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ മണിയടിക്കും പോലെ നമുക്ക് മണിയടിക്കാം എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ ഒരു മണിയടിക്കുന്ന ഏർപ്പാടുണ്ടാക്കാം. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, അത് വേണ്ട, ബൽ ഖർനൻ മിസ്ല ഖർനിൽ യഹൂദി, ജൂതന്മാരുടേതുപോലെ നമ്മൾക്കിങ്ങനെ ഒരു ഹോൺ വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഫഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടു, അല്ല അതൊന്നും ഇത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും ഏർപ്പാടൊന്നും നമ്മൾ എടുക്കാൻ പോണ്ട. അവലാ തബാസൂന റജുലൻ യുനാദി ബിസ്സലാത്തി, നിസ്കാരത്തിന്റെ സമയമായി എന്ന് വിളിച്ചു പറയുന്ന ഒരാളെ നമുക്കാണ് നിശ്ചയിച്ചാലോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അതായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിലാൽ, ബിലാലെ ഖും ഫനാദി ബിസ്സലാത്ത്, എന്നിട്ട് നിസ്കാരത്തിന് സമയമായി എന്ന് വിളിച്ചു പറഞ്ഞേ. അന്ന് ഈ ബാങ്കിന്റെ ലഫ്ളൊന്നും കിട്ടിയിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും, ആദ്യകാലത്ത് ഇങ്ങനെ എന്തായിരുന്നത്, ബിലാൽ അസ്സലാത്തു ജാമിഅ, നിസ്കരിക്കാൻ വരികയെന്ന് ശരിക്കും വിളിക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ഇവരിതൊക്കെ ചർച്ച ചെയ്ത് ഒരു ദിവസം സ്വഹാബാക്കളിൽ ചിലർക്ക് സ്വപ്ന ദർശനമുണ്ടായി എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അങ്ങനെ ഈ നബിക്ക് ഇത്തിരി മണിയടിക്കുന്ന സ്വഭാവം സമ്പ്രദായം അതായിക്കൊള്ളാം എന്നൊരു ഒരു തീരുമാനം, ഇങ്ങനെ വല്ലാത്തൊരു സംശയം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നബിക്കതിന് വെറുപ്പുണ്ടായിരുന്നു അത് നടപ്പാക്കുന്നതിനോട്. എന്താണ്, ക്രിസ്ത്യാനികളുടെ ഒരു സമ്പ്രദായമല്ലേ നമ്മൾ കടമെടുക്കേണ്ടി വരുന്നത് എന്നൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ തീരുമാനത്താലാണല്ലോ അന്ന് പിരിഞ്ഞുപോയത്. ആ സമയത്ത് ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ ഉറങ്ങുമ്പോ ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. റജുലുൻ, ഒരാൾ, അലൈഹി സൗബാനി അഖ്ദറാനി, രണ്ട് പച്ച പുതപ്പൊക്കെ പുതച്ചുകൊണ്ട് ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഫീയദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നാഖൂസ്, ഒരു മണി. യഹ്മിലുഹു ഖാല, അപ്പൊ ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ അബ്ദുല്ലാഹ് അത്തബിയുൻ നാഖൂസ്, ഇത് വിൽക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം കണ്ട സ്വപ്നം പറയണം, സ്വഹാബി കണ്ട സ്വപ്നം വിശദീകരിക്കുകയാണ്. ഞാൻ ഉറങ്ങുമ്പോ ഇങ്ങനെ ഈ മണിയടിക്കുന്ന ഈ സാധനവും പിടിച്ചിട്ട് ഒരാൾ വരുന്നു. ഞാൻ ചോദിച്ചു, ഇത് വിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ചോദിച്ചു, അമാതുസ്നൗബി, നിനക്കിത് എന്തിനാ, നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഖാല ഖുൽതു നദഉ ബിഹി ഇലസ്സലാഹ്, ഇത് മുഖേന ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കാനാണ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അപ്പൊ ഖാല, അദ്ദേഹം പറഞ്ഞു, അഫലാ അദുല്ലുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ,
അലാ ഖൈരിൻ മിൻ ദാലിക, ഇതിനേക്കാൾ ഉത്തമമായ വേറൊരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഫഖുൽതു ബല, അതെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു സ്വപ്നത്തിൽ. സുമ്മസ്തഗ്ഫറ ഗൈറ ബഈദിൻ, പിന്നീട് അദ്ദേഹം ഒരിത്തിരി അങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ആയതിനടുത്തത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ ഇങ്ങനെയും പറഞ്ഞേക്ക് ഇഖാമത്തും ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിങ്ങനെ പറഞ്ഞു, ഖാമത്തുസ് സ്വലാത്ത് ഖാമത്തുസ് സ്വലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഈ സ്വഹാബി പറയുകയാണ്, ഫലമ്മാ അസ്ബഹതു, നേരം പുലർന്നപ്പോൾ, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ സന്നിധിയിലെത്തി, ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം നബിയോട് വിശദീകരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദിഹി റുഅ്യ ഹഖ്ഖുൻ ഇൻഷാഅല്ലാഹ്, നീ കണ്ട സ്വപ്നം സത്യസന്ധമായ സ്വപ്നമാകുന്നു. എന്നിട്ട് ഈ സ്വഹാബിയോട് പറഞ്ഞു, ഫഖും മഅ ബിലാലിൻ, നീ ബിലാലിന്റെ അടുത്ത് പോയിട്ട് ഫൽഖി അലൈഹി മാ റഅയ്ത, നീ കണ്ട ഈ വാക്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും. ഫൽയുഅസ്സിൻ ബിഹി, അദ്ദേഹം ബാങ്ക് കൊടുക്കട്ടെ. ഫഇന്നഹു അൻദാ സൗതം മിൻക, താങ്കളെക്കാൾ നല്ല കർണമധുരമായ രൂപത്തിൽ വമ്പിച്ച നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിക്കാൻ കഴിയുക ബിലാലിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കാര്യം നീ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഈ സ്വപ്നം കണ്ട സഹാബി പറയുന്നു, ഫഖുംതു മഅ ബിലാൽ, അങ്ങനെ ഞാൻ ബിലാലിനോടൊപ്പം ഫജഅൽതു ഉൽഖീഹി അലൈഹി, ഞാൻ അദ്ദേഹത്തിന് ഈ ലഫ്ളുകൾ പഠിപ്പിച്ചു കൊടുത്തു. വയുഅദ്ദിനു ബിഹി, അദ്ദേഹം അതുകൊണ്ട് ബാങ്ക് വിളി മുഴക്കി ആദ്യമായി. ഈ ബാങ്ക് വിളി സമിഅ ബിദാലിക ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ഈ പദങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ, വഹുവ ഫീ ബൈതിഹി, വീട്ടിലിരിക്കുകയാണ് അദ്ദേഹം. ഫഖറജ യദുരിദാഹു, പെട്ടെന്ന് ധൃതിയിൽ നബിയുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഖദ് റഅയ്തു മിഥലല്ലദീ റആ, ഇദ്ദേഹം ഇന്നലെ കണ്ടതുപോലെ ഈ പോലെ തന്നെ ഒരു സ്വപ്നത്തിൽ ഞാനും കണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല ഇത് കേട്ടപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ ആ സ്വപ്നത്തിലൂടെ കിട്ടിയ ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞപ്പോ നബി അത് സത്യമാണെന്ന് അംഗീകരിച്ചു കൊടുത്തതോടുകൂടി ആ ബാങ്കിന്റെ ലഫ്ളുകൾ മുസ്ലിം ലോകത്ത് ബാങ്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാ പിന്നെ എല്ലാ കാലത്തും സ്വപ്നം കണ്ടത് ഇങ്ങനെ ബാങ്കിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും നബി അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പദങ്ങളിൽ കൂട്ടാനും കുറക്കാനും ആർക്കും അവകാശമില്ല.